സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഴിമതിക്കാർ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് അഴിമതി നടത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ നിങ്ങൾ അഴിമതിക്കെതിരെ ഒരു കുരിശുയുദ്ധം നടത്തുന്ന പാർട്ടിയാണെങ്കിൽ ശ്രീ കൃഷ്ണദാസ്, എനിക്കൊരു വളരെ വിനീതമായ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിയാണല്ലോ. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ധനകാര്യ മന്ത്രാലയം ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്തിയ, ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഫേമ ചട്ടങ്ങൾ ഉൾപ്പെടെ കള്ളപ്പണം തടയാനുള്ള നിയമം ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന 19 കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. ആ സംഭാവന കൊടുത്തവരെയും അത് വാങ്ങിയ പാർട്ടിക്കെതിരെയും അത് അഴിമതിയായി കണ്ട് നിങ്ങൾ നടപടി സ്വീകരിക്കുമോ? ഇലക്ട്രൽ ബോണ്ടിന്റെ കേസ് വേറെയാണ് അജിംസെ, അതിന്റെ നടപടിക്രമങ്ങളും വേറെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കുകൾ വഴി സുതാര്യമായി നടക്കുന്ന ഇടപാടാണ്. അതിലേതെങ്കിലും ഒരു കമ്പനി തെറ്റായൊരു പണം മുടക്കൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അജിംസ് ഒന്ന് നോക്കിക്കോളൂ, അങ്ങനെ പണം കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്ന കമ്പനികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കമ്പനികൾ, അവർക്കെല്ലാം എതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇ ഡിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഐ ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആ തരത്തിൽ അന്വേഷണം നേരിടുന്ന കമ്പനികൾക്ക് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിടുതൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? അവരെല്ലാം അതിന്റെ ഭാഗമായി തന്നെ നിരവധി കേസുകളിൽ പെട്ടിട്ടുള്ള കമ്പനികളുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്കെതിരെ നിയമ നടപടിയും നടക്കുന്നുണ്ട്. അതും ഇലക്ട്രൽ ബോണ്ട് തമ്മിൽ ബന്ധമില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അവർ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കിട്ടുന്ന ആളുകൾ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സമയത്ത്, റിപ്പോർട്ടുകൾ പുറത്തു വന്ന സമയത്ത് എന്തെല്ലാം ആരോപണങ്ങളാണ് ഇവിടെ വായുവിൽ ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ളത് BJP മാത്രമാണോ? ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലക്ക് BJPക്ക് കിട്ടുന്നത് പോലെ തന്നെ എല്ലാ പാർട്ടികൾക്കും ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആനുപാതികമായിട്ടാണോ പണം കൈപ്പറ്റിയിട്ടുള്ളത്? അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ MLA-മാരുടെ എണ്ണം അനുസരിച്ചിട്ടാണോ? MP-മാരുടെ എണ്ണം അനുസരിച്ചിട്ടാണോ? മന്ത്രിമാരുടെ എണ്ണം അനുസരിച്ചിട്ടാണോ? അല്ലല്ലോ. ഇതൊന്നുമില്ലാത്ത ആളുകൾക്ക് പണം കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കിട്ടാൻ അർഹതയില്ലാത്തവർ വാങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്തവർ കൈപ്പറ്റിയിട്ടുണ്ടാവില്ല. അല്ലാത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് ഒരു ബോണ്ട് സംവിധാനത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായി ഏർപ്പെടുത്തിയ ഇടപാടാണ്.